ദശകം 8 പ്രളയവർണ്ണനം. ശ്ലോകം 1. ഏവം താവത് പ്രാകൃതപ്രക്ഷയാന്തേ ബ്രാഹ്മേ കൽപേ ഹ്യാദിമേം ലബ്ധജന്മാ ബ്രഹ്മാ ഭൂയസ്ത്വത്വയേവാപ്യവേദാൻ സൃഷ്ടിം ചക്രേ പൂർവകൽപ്പോപമാനാം. അതിൻ്റെ അർത്ഥം ഒന്ന് നോക്കാം. ഇപ്രകാരം ഇരിക്കുന്ന പ്രാകൃത പ്രളയത്തിന്റെ അവസാനം ആദ്യത്തെ ബ്രാഹ്മമായ കൽപ്പത്തിൽ ജനിച്ച ബ്രഹ്മാവ് പിന്നീട് ഭഗവാനിൽ നിന്നു തന്നെ അറിവുകളെല്ലാം നേടി മുൻകൽപ്പത്തിൽ എങ്ങനെ സൃഷ്ടി നടന്നുവോ അപ്രകാരം ജഗത് സൃഷ്ടി ചെയ്തു തുടങ്ങി. ശ്ലോകം 2. സോയം ചതുര്യുഗസഹസ്രമിതാന്യഹാനി താവന്മിതാശ്ചരജനിർബഹുശോ നിനായ നിദ്രാത്യസൗ ത്വയി നിലീയ സമം സ്വസൃഷ്ടൈ നൈമിത്തിക പ്രളയമാഹുരദോസ്യ രാത്രി. ശ്ലോകം 2ന്റെ അർത്ഥമാണ് നമ്മൾ നോക്കുന്നത്. ബ്രഹ്മാവ് ചതുർയുഗ സഹസ്രം ഇതാനി ഹാനി എന്ന് പറഞ്ഞാൽ ചതുർയുഗ സഹസ്രം അടങ്ങുന്ന പകലുകൾ ഉണർന്നിരിക്കുകയും സൃഷ്ടി നടത്തുകയും ചെയ്യുന്നു. അത്രയും രാത്രികളിൽ ഉറങ്ങുകയും ചെയ്യുന്നു. ചതുർയുഗങ്ങൾ എന്ന് പറഞ്ഞാൽ കൃതം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം എന്നിവയാണ്. കലിയുഗം 4,32,000 വർഷമാണ്. അതിൻ്റെ 2 ഇരട്ടി വർഷം ദ്വാപരയുഗവും 3 ഇരട്ടി വർഷം ത്രേതായുഗവും 4 ഇരട്ടി വർഷം കൃതയുഗവുമാണ്. അങ്ങനെ 71 ചതുർയുഗം കഴിയുമ്പോൾ ഒരു മന്വന്തരമാകും. അങ്ങനെയുള്ള 14 മന്വന്തരമാണ് ഒരു കൽപ്പം. അത് ബ്രഹ്മാവിന്റെ ഒരു പകലാണ്. അത്രയും തന്നെ രാത്രിയും. അങ്ങനെ 360 ദിവസം എന്ന് പറയുമ്പോൾ ഒരു വർഷം. അങ്ങനെ 120 വർഷം ബ്രഹ്മാവിന്റെ ജീവിതകാലം. അപ്പോൾ ചതുർയുഗങ്ങൾ അവധി അടങ്ങുന്ന അനേകം പകലും രാവും ചെലവഴിച്ചു കഴിഞ്ഞു. ബ്രഹ്മാവ് 1000-ഓളം സംഖ്യ വരുന്ന ചതുർയുഗങ്ങൾ നീണ്ടുനിന്ന പകലുകളും അത്രയും തന്നെ രാത്രികളും വളരെയധികം ചെലവഴിച്ചു കഴിഞ്ഞു. ഒടുവിൽ താൻ സൃഷ്ടിച്ച പ്രപഞ്ചത്തോടു കൂടി തന്നെ അങ്ങയിൽ ലയിച്ചിട്ട് ഉറങ്ങുന്നു. അതിനാൽ അദ്ദേഹത്തിന്റെ രാത്രിയെ നൈമിത്തിക പ്രളയം എന്ന് പറയുന്നു. സൃഷ്ടി, പ്രളയം അഥവാ ബ്രഹ്മാവിന്റെ ജാഗ്രത, സുഷുപ്തി എന്നീ മട്ടിൽ പ്രവൃത്തിയും നിവൃത്തിയുമായി കാലം കടന്നുപോകുന്നു. ശ്ലോകം 3. അസ്മാദൃശാം പുനരഹർമുഖകൃത്യതുല്യാം സൃഷ്ടിം കരോത്യനുദിനം സഭവത് പ്രസാദാത് പ്രാഗ്ബ്രാഹ്മകൽപജനുഷാം ച പരായുഷാം തു സുപ്തപ്രബോധന സമാസ്തി തഥാപി സൃഷ്ടി. ശ്ലോകം 3ന്റെ അർത്ഥമാണ് പറയുന്നത്. ബ്രഹ്മാവ് ഉറങ്ങുമ്പോൾ പ്രപഞ്ചത്തെ തന്നുള്ളിൽ സംഹരിച്ചു അവയോടൊപ്പം പരബ്രഹ്മത്തിൽ ലയിക്കുന്നു. ആ ബ്രഹ്മാവ് പിന്നീട് അങ്ങയുടെ അനുഗ്രഹത്താൽ നമ്മുടെ ദിനകൃത്യങ്ങൾക്ക് തുല്യമായി ഉണർന്നു പ്രതിദിനം ചരാചര സൃഷ്ടി നടത്തുന്നു. പണ്ട് ബ്രഹ്മാവിന്റെ പകൽ ജനിച്ച ചിരഞ്ജീവികളായ മാർക്കണ്ഡേയാദികൾക്ക് അപ്പോഴുള്ള സൃഷ്ടി ഉറങ്ങിയതിനു ശേഷം ഉണരുന്നതിന് തുല്യമായിട്ട് തോന്നുകയുള്ളൂ. ശ്ലോകം 4. പഞ്ചാശദബ്ധമധുനാ സ്വവയോർധരൂപം ഏകം പരാർദ്ധമതിവൃത്യ ഹി വർത്തതേ സൗ തത്രാന്ത്യരാത്രിജനിതാൻ കഥയാമി ഭൂമൻ പശ്ചാദ്ദിനാവതരണേ ച ഭവത് വിലാസാൻ. ാണ് പറയുന്നത്. അല്ലയോ സർവാധാരനായ ഭഗവാനെ, ഇപ്പോൾ ബ്രഹ്മാവ് തന്റെ ജീവിതകാലത്തിന്റെ പകുതിയായ 50 വർഷം എന്ന പരാർദ്ധത്തെ കടന്നുപോയിരിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. ബ്രഹ്മാവ് കടന്നുപോയ കൽപ്പങ്ങളിൽ അവസാനത്തെ കൽപ്പത്തിലും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കൽപ്പത്തിലും ഉള്ള ഭഗവാന്റെ ലീലകളെ പറ്റി ഞാൻ പറയാം.
എന്നാണ് പറയുന്നത്. ശ്ലോകം 5. ദിനാവസാനേത സരോജയോനിഃ സുഷുപ്തി കാമസ്ത്വയി സന്നിലില്യേ ജഗന്തി ചത്വജ്ജഠരം സമീയുഃ തദേതമേകാർണവമാസ വിശ്വം. ശ്ലോകം 5ന്റെ അർത്ഥമാണ് നോക്കുന്നത്. എന്നിട്ട് ബ്രഹ്മാവ് പൂർവകൽപ്പത്തിലെ പകലിന്റെ അവസാനം ഉറങ്ങാൻ ആഗ്രഹിച്ച് ഭഗവാനിൽ ലയിച്ചു. അതോടെ ലോകങ്ങളെല്ലാം അങ്ങയുടെ ഉദരത്തിൽ വന്ന് ലയിക്കുകയും ചെയ്തു. അപ്പോൾ ഈ വിശ്വമാകെ ജലപ്രളയമായി. ശ്ലോകം 6. തവൈവ ശേഷേ ഫണിരാജിശേഷേ ജലൈകശേഷേ ഭുവനേസ്മശേഷേ ആനന്ദസാന്ദ്രാനുഭവസ്വരൂപഃ സ്വയോഗനിദ്ര പരിമുദ്രിതാത്മാ. അർത്ഥമാണ് പറയുന്നത്. ബ്രഹ്മാവും പ്രപഞ്ചവും പരമാത്മാവിൽ ലയിച്ചു കഴിഞ്ഞു. ലോകമാകെ ജലം നിറഞ്ഞു ആനന്ദപൂർണാനുഭവമാകുന്ന സ്വരൂപമുള്ള ഭഗവാൻ സ്വന്തം യോഗം കൊണ്ട് നിദ്രയെ പ്രാപിച്ചിട്ട് തൻ്റെ തന്നെ രൂപമായ അനന്തനെന്ന സർപ്പശ്രേഷ്ഠനിൽ ശയിച്ചു. ഇതാണ് പറയുന്നത്.